ഐഡിയസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ മൈനർ സബ്ജക്റ്റിന്റെ ഒരു PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ബാങ്കിങ് എന്നൊരു മൈനർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ആരെല്ലാം ആ സബ്ജക്റ്റ് എടുക്കുന്നു അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. അപ്പൊ അതിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. തൊട്ട് മുന്നേ ചെറിയ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഉപകാരപ്പെടും. ഓക്കെ. സെക്ഷൻ എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്ക്. ഫസ്റ്റ് ഡിഫൈൻ ബാങ്കിങ്. ബാങ്കിങ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. As per Banking Regulation Act 1949 ന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ് മീൻസ് accepting for the purpose of lending or investment of deposit of money from the public repayable on demand or otherwise. പബ്ലിക്കിൽ നിന്ന് മണി ഡെപ്പോസിറ്റ് ചെയ്ത് അത് ആവശ്യമുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ബാങ്കിങ്ങിന്റെ ഒരു ഫംഗ്ഷനും അതാണ് അതിന്റെ ഡെഫിനിഷനും പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അക്സെപ്റ്റിംഗ് ഓഫ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. Then describe bankers lien. Bankers lien എന്താന്നുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Bankers lien is the right of a banker. ഒരു ബാങ്കിന്റെ റൈറ്റ് ആണ്, അവകാശമാണ് എന്ത്, to retain the goods and securities. ഒരു ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ of a customer until the debt due from the customer is paid. ഒരു കസ്റ്റമർ ബാങ്കിന് ഒരു ഡെപ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ കസ്റ്റമർ ആ കടം കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട ഗുഡ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആ ബാങ്കിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. കസ്റ്റമറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ തരാനുള്ള ക്യാഷ് തന്നതിന് ശേഷം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അപ്പം അതുവരെ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള ആ ഒരു റൈറ്റിനെയാണ് ലീൻ, ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇസ് എ സിസ്റ്റം ത്രൂ വിച്ച് ഫണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോണിക്കലി ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ എമൗണ്ട് കൈമാറുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് EFT എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. വിതൗട്ട് യൂസിങ് പ്രോപ്പർ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ചെക്ക് പോലെയുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാതെ ഇലക്ട്രോണിക്കലിയാണ് നമ്മൾ ഈ ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആ രീതിയാണ് അല്ലെ. ഗൂഗിൾ പേയിലായാലും നമ്മുടെ ഏത് Paytm ആയാലും ഒക്കെ അങ്ങനെ തന്നെ. അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് നെഫ്റ്റ്, RTGS, IMPS ആൻഡ് UPI. ഓക്കെ, UPI ഒക്കെ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. റൈറ്റ് എ നോട്ട് ഓൺ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് പ്രൊവൈഡ് ലോൺ ഫോർ ദി ബിസിനസ്. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രത്യേകത. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ആ എമൗണ്ട് എടുത്ത് ബിസിനസ്സുകാർക്ക് ലോൺ ആയിട്ട് കൊടുക്കും. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫർ സർവീസ് ലൈക്ക് സേവിങ്സ്, ക്രെഡിറ്റ്, റെമിറ്റൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ്. അത്തരം സർവീസുകളും ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ദാറ്റ് മീൻസ് പ്രൊവൈഡിങ് അഫോർഡബിൾ ഫിനാൻഷ്യൽ സർവീസ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് എയിംസ് ടു എൻഷുർ ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഹാസ് ആക്സസ് ടു ബേസിക് ബാങ്കിങ് സർവീസ്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് എവറി ഇൻഡിവിജ്വൽ ഹാസ് ആക്സസ് ടു ബേസിക് ബാങ്കിങ് സർവീസസ്. ബേസിക് ആയിട്ടുള്ള ബാങ്ക് കൊടുക്കുന്ന എല്ലാ സർവീസുകളും എല്ലാ ഇൻഡിവിജ്വൽസിനും അത് ആക്സസ് ചെയ്യാൻ കഴിയണം. അതിനെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തുക, അതാണ് ഇൻക്ലൂഷൻ. ദെൻ ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഡെപ്പോസിറ്റ്സ് അക്കൗണ്ടുകൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഫസ്റ്റ് സേവിങ് അക്കൗണ്ട് ഫോർ ഇൻഡിവിജ്വൽ ടു സേവ് മണി ആൻഡ് ഏൺ ഇൻട്രസ്റ്റ്. നോർമലി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സേവിങ് അക്കൗണ്ട്. ദെൻ കറന്റ് അക്കൗണ്ട്, ബിസിനസ്മാൻമാർക്കുള്ളതാണ് കറന്റ് അക്കൗണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് വിത്ത് ഹൈ ഇൻട്രസ്റ്റ്. ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഒരു 10 കൊല്ലത്തേക്ക് ഒരു 10 ലക്ഷം അല്ലെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്.
അപ്പോൾ അതിന്റെ വിഡ്രോവൽസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ദെൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റെഗുലർ മന്ത്ലി ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സ്ഡ് ടേം. റെഗുലർ ആയിട്ട് നമ്മൾ ഒരു മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യും, റെഗുലർ മന്ത്ലി എല്ലാ മാസവും ഇങ്ങനെ അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെ 4 അക്കൗണ്ട് ആണുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക അതിനെ കുറിച്ചിട്ട്, അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെ പഠിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. Then write a note on anti-money laundering or AML regulation. AML regulations are law and procedure designed to prevent criminals from discussing illegal obtained funds as legitimate income. അതായത് ഇല്ലീഗലി ഒപ്റ്റിമേറ്റ് ഫണ്ടുകൾ ഉണ്ടാവും, അതിനെ ലെജിറ്റിമേറ്റ് ഇൻകം ആക്കുക. അതായത് നിയമപരമല്ലാത്ത രീതിയിൽ ക്യാഷ് ഉണ്ടാവും, പല ആളുകളും നടത്തിയിട്ടുണ്ടാവും, അതിനെ നിയമപരമായിട്ട് മാറ്റുന്ന ഒരു ഇൻകം ആക്കി മാറ്റുക, അല്ലെ? അത്തരം ഫ്രോഡുകൾ ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് അവർ റൂൾസുകളെയാണ് ആക്ച്വലി ഈ ആന്റി മണി ലോണ്ടറിങ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യണം? ബാങ്ക് മസ്റ്റ് വെരിഫൈ കസ്റ്റമർ ഐഡന്റിറ്റി, മോണിറ്റർ ട്രാൻസാക്ഷൻ ആൻഡ് റിപ്പോർട്ട് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് അണ്ടർ AML ലോ. അപ്പൊ ഈ ഒരു നിയമപ്രകാരം പറയാണ് കസ്റ്റമറിനെ ബാങ്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യണം. കാരണം ആരെങ്കിലൊക്കെ ഈ കള്ളപ്പണം ഒക്കെ ഉണ്ടാവില്ലേ, ഒക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം ആളുകളെ നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് ആണ് നമ്മളെ ഈ ആന്റി മണി ലോണ്ടറിങ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ടാക്സ് അടക്കാത്ത കേസുകൾ ഉണ്ടാവും, അല്ലെ? എക്സ്പ്ലെയിൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ബാങ്കിങ്. ബാങ്കിങ്ങിന്റെ കേസിലെ സ്പെഷ്യൽ ടൈപ്പ് കസ്റ്റമർ, ഓർക്ക് ചില ഇളവുകളൊക്കെ ഉണ്ടാവും. അത്തരം കസ്റ്റമർ ആണ് ഒന്ന് മൈനർ. ദെൻ പാർട്ണർഷിപ്പ് ഫേമുകൾ ഉണ്ടാവും, കമ്പനീസ്, ക്ലബ്ബ്, ട്രസ്റ്റ്, ജോയിൻസ് അക്കൗണ്ട്. Then what are the KYC norms? എന്താണ് KYC? Know your customer. Norms are guideline that require bank to verify the identity, address and financial profile. അപ്പൊ നമ്മളെ അക്കൗണ്ട്, നമ്മളെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് അവർ മനസ്സിലാക്കും, അവർ വെരിഫൈ ചെയ്യും, നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. അതൊരു ഗൈഡ് ലൈൻ ആണ്, അല്ലെ? കസ്റ്റമർ ബിഫോർ ഓപ്പണിങ് ആൻ അക്കൗണ്ട്, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സുകളൊക്കെ ഒന്ന് പരിശോധിക്കും, അതൊക്കെ കൊടുക്കണം. നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ ആധാറോ പാൻ കാർഡോ അല്ലെങ്കിൽ മറ്റു പ്രൂഫുകളൊക്കെ നമ്മൾ അഡ്രസ്സ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അതാണ് KYC, നോ യുവർ കസ്റ്റമർ. നമ്മുടെ കസ്റ്റമറെ കുറിച്ച് നമ്മൾ ബാങ്കിന്റെ ഭാഗത്ത് ചിന്തിക്കും, നമ്മളെ ബാങ്കിൻ എന്ന രീതി നമ്മുടെ കസ്റ്റമറെ കുറിച്ച് നന്നായിട്ട് അറിയണം. റൈറ്റ് എ നോട്ട് ഓൺ ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡിനെ കുറിച്ചുള്ള നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് അലോ കസ്റ്റമർ ടു ആക്സസ് ഫണ്ട് ഡയറക്ട്ലി ഫ്രം ദെയർ ബാങ്ക് അക്കൗണ്ട് ഫോർ പർച്ചേസ് ഓർ ATM വിഡ്രോൾസ്. അതാണ് ഡെബിറ്റ് കാർഡിന്റെ പ്രത്യേകത. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ATM വിഡ്രോയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ലിങ്ക് ടു ദ കസ്റ്റമർ സേവിങ്സ് അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്. കസ്റ്റമറിന്റെ സേവിങ്സ് അക്കൗണ്ടുമായിട്ടാണ് അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ക്യാഷ്ലെസ് പേയ്മെന്റ് മെത്തേഡ് ആണ്. അതാണ് റൈറ്റ് ഓൺ നോട്ട് ഓൺ ഡെബിറ്റ് കാർഡ്. അപ്പൊ ക്രെഡിറ്റ് കാർഡുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സെക്ഷൻ ബിയിലേക്ക് കിടക്കണം. 6 മാർക്കിന്റെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ടസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇതിനെ എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു പ്രോസസ് ആണ് പറയുന്നത്. അപ്പൊ എന്താ ക്രെഡിറ്റ് ക്രിയേഷൻ? ക്രെഡിറ്റ് ക്രിയേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്രിയേറ്റ് മണി ത്രൂ ലെൻഡിങ്. കടം കൊടുക്കുന്നതിലൂടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? മണി ക്രിയേറ്റ് ചെയ്യുന്നു. ലെൻഡിങ് ചെയ്യുന്നതിലൂടെ മണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ് ആണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് റിസീവ് ഡെപ്പോസിറ്റ് ഫ്രം കസ്റ്റമർ. കസ്റ്റമർ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ദ കീപ് എ പോർഷൻ ആസ് എ ക്യാഷ് റിസർവ്. അതിൽ നിന്നൊരു കുറച്ചൊരു പോർഷൻ ക്യാഷ് റിസർവ് ആയിട്ട് സ്വീകരിക്കുന്നുണ്ട്. ദി റിമൈനിങ് ഈസ് ലെൻഡ് ടു ബോറോവേഴ്സ്. ബാക്കിയുള്ളത് ബോറോവേഴ്സിന് കടം കൊടുക്കുന്നു. വിച്ച് അഗെയിൻ ബിക്കം എ ഡെപ്പോസിറ്റ് അനദർ ബാങ്ക്. അപ്പൊ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഡെപ്പോസിറ്റും കൂടെ അവിടെ ഉണ്ടാവുന്നു. This process continue creating multiple deposit from initial cash. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ മാറുന്നു. ആ ഒരു പ്രക്രിയ അതാണ് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബോറോവേഴ്സിന് നമ്മൾ കടം കൊടുക്കുമ്പോൾ ബാങ്ക് കടം കൊടുക്കും, അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ആ ക്യാഷ് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ലോൺ ആയിട്ടുള്ള എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഒരു അക്കൗണ്ടും കൂടെ ഉണ്ടായി. അപ്പൊ അതൊരു ഡെപ്പോസിറ്റ് ആണ്. അതാണ് ക്രെഡിറ്റ് ക്രിയേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ?
become a deposit in another bank. Then മറ്റൊന്ന്, discuss the role of regulatory bodies in ensuring safe adoption of technology in banking. Regulatory ബോഡിയുടെ റോള് എന്തില്? എൻഷൂറിങ് സേഫ് അഡോപ്ഷൻ ടെക്നോളജി ഇൻ ബാങ്കിങ്. ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സേഫ്, അതിനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി ബോഡിയുടെ റോളുകളാണ് ചോദിക്കുന്നത്. അപ്പൊ റെഗുലേറ്ററി ബോഡീസ് ആയിരുന്നു ആദ്യം മനസ്സിലാക്കുക. RBI, SBI, NPCI ഒക്കെയാണ് റെഗുലേറ്ററി ബോഡീസ്. ബാങ്ക് അഡോപ്റ്റ് ടെക്നോളജി സേഫ്ലി. അപ്പൊ അവരുടെ റോളുകൾ എന്തൊക്കെയാന്നുള്ളതാണ്. ടെക്നോളജി സേഫ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി ഉണ്ടെങ്കിലും പലതും സേഫ് അല്ല. പക്ഷെ മാക്സിമം സേഫ് ആക്കാൻ, കാരണം ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ ആണല്ലോ നടക്കാനുള്ളത്. സോ മാക്സിമം സേഫ് ആക്കാൻ എന്തെല്ലാം ചെയ്യണം, അതാണ് ഇഷ്യൂ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി റിസ്ക് മാനേജ്മെന്റ് ഗൈഡ് ലൈൻ. മോണിറ്റർ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, അല്ല UPI, നെഫ്റ്റും RTGS ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സെറ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് കസ്റ്റമർ പ്രൈവസി സ്റ്റാൻഡേർഡ്. കണ്ടക്ട് റെഗുലർ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യുക. പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് ഫ്രോഡ് റിസ്ക്. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് മെഷേഴ്സ് അല്ലെ എടുക്കാനുള്ളത്. ഇനിയും ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് ബാങ്കിന് ഈ സേഫ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അഡോപ്ഷന് വേണ്ടിയിട്ട്. ദെൻ മറ്റൊന്ന്, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ബാങ്ക് ഇൻ അഡോപ്ഷൻ ഓഫ് AI ടെക്നോളജി. AI ടെക്നോളജി ബാങ്കിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ എന്തെല്ലാം ചാലഞ്ചുകൾ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്നുള്ളതാണ്. ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, അതാണ് പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച്. കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ കൂടുതലാണ്. AI സിസ്റ്റം റിക്വയർ ഹെവി ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഡാറ്റ പ്രൈവസി ഇഷ്യൂ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഡാറ്റയുടെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ടാവും. കാരണം നമ്മൾ നെറ്റ്വർക്ക് ആണല്ലോ, ഫുൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഡാറ്റ പ്രൈവസി ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ലാക്ക് ഓഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അല്ല ടെക്നിക്കൽ സ്റ്റാഫ് ഇല്ലാത്തതിന്റെ അഭാവം. സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ്, അല്ലെ, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാക്കിംഗ് ആൻഡ് ഫ്രോഡ്. റെസിസ്റ്റന്റ് ടു ചേഞ്ച്, എംപ്ലോയീസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ചുകൾ വരുത്തുമ്പോൾ എംപ്ലോയീസിനെ അതിനെ എതിർക്കും. അല്ലെ, നമ്മൾ ടെക്നോളജിക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയൂല. കാരണം പെട്ടെന്നൊന്നും അഡോപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു സ്ഥാപനത്തിൽ. കാരണം എംപ്ലോയീസ് എന്ത് ചെയ്യും, അതിനെ എതിർക്കും. ഹെസിസ്റ്റേറ്റ് ടു അഡാപ്റ്റ്. റെഗുലേറ്ററി കംപ്ലയൻസ്, ചില മസ്റ്റ് ഫോളോ RBI ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ. ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതെന്ത് ചെയ്യണം, പാലിക്കണം. അതൊക്കെ റിസ്ക് ആണ് എന്നുള്ളതാണ് പറയണത്. അതാണ് നമ്മൾ ആ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. Then 14, describe the role of banking ethics and professionalism in ensuring a sound banking system. ഈ ക്വസ്റ്റിനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റിന് അടുത്തുള്ള റോൾ ഓഫ് ബാങ്കിങ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം, അല്ലെ. പിന്നെ നമ്മളിങ്ങനെ ഒന്ന് വളഞ്ഞു ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കാൻ, ഉറപ്പുവരുത്താൻ ബാങ്കിന്റെ റോളുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്തിക്സ് അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഒക്കെ ഉറപ്പുവരുത്താൻ ബാങ്ക് ചെയ്യേണ്ട റോളുകളാണ് പറയുന്നത്. റോള് പ്രൊമോട്ട് ഓണസ്റ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റഗ്രിറ്റി. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. പ്രിവെന്റ് കറപ്ഷൻസ്, അല്ലെ, അഴിമതികളൊക്കെ തടയുക. ഫ്രോഡ് ആൻഡ് മിസ്യൂസ് ഓഫ് പവർ. എൻഷുർ ഫയർ ട്രീറ്റ്മെന്റ് ഓഫ് കസ്റ്റമർ നന്നായി ട്രീറ്റ് ചെയ്യുക. എൻകറേജ് റെസ്പോൺസിബിൾ ലെൻഡിങ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ലെൻഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. എൻഹാൻസസ് റെപ്യൂട്ടേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുക, അല്ലെ. A sound ethical foundation ensure long-term sustainability of the banking system. Then explain the characteristics of negotiable instrument. Negotiable instrument ന്റെ characteristics explain ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ negotiable instrument ന്റെ features. എന്താ negotiable instrument ആദ്യം മനസ്സിലാക്കണം. ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അത്തരം ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ചില ഡോക്യുമെന്റ്സുകളാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ചെക്ക് ഉണ്ടോ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ഒക്കെ. അപ്പൊ മെയിൻലി ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെക്ക് നോക്കിയ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ട്രാൻസ്ഫറബിലിറ്റി, ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഉണ്ടോ. ദെൻ ടൈറ്റിൽ ഓഫ് ദി ഹോൾഡർ, ദ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ. ആരാണ് ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് അതിന്റെ ടൈറ്റിൽ കിട്ടും, അത് അയാളുടേതായിരിക്കും. റിട്ടൺ ഡോക്യുമെന്റ്, അല്ലെ, മസ്റ്റ് ബി റൈറ്റിംഗ് ആൻഡ് സൈൻഡ്. റിട്ടൺ ഡോക്യുമെന്റ് അതിൽ എഴുതിയിരിക്കണം, സൈൻ ചെയ്തിട്ടുണ്ടാവും. ഡെഫിനിറ്റ് എമൗണ്ട്, ഒരു സ്പെഷ്യൽ എമൗണ്ട്, നമ്മൾ ചെക്കിലൊക്കെ ഒരു സ്പെഷ്യൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, സ്പെസിഫൈ സർട്ടൻ സം ഓഫ് എമൗണ്ട്. പേബിൾ ഓൺ ഡിമാൻഡ് ഓഫ് ഫിക്സ്ഡ് ടൈം, ഇന്ന സമയത്തുള്ളിൽ കൊടുക്കണം എന്ന് ഡിമാൻഡ് ഉണ്ടാവും. അതിൽ ലീഗൽ റെക്കഗ്നിഷൻ, ഗവൺമെന്റ്
ഗവേൺഡ് ബൈ ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 എണ്ണിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത്തരം കുറച്ച് ഫീച്ചേഴ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനുള്ളത്. ഇനി അതിന്റെ പാർട്ടീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡിസ്ക്രൈബ് ദ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സൈബർ സെക്യൂരിറ്റീസ്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സൈബർ സെക്യൂരിറ്റീസ് ആണ് പറയുന്നത്. ബാങ്കിങ് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന എമർജിംഗ് ട്രെൻഡ്സുകളാണ് പറയുന്നത്. സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ അത്രേ ഉള്ളൂ അല്ലേ, ചുരുക്കി പറഞ്ഞാൽ. മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ട്. മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ, അഡീഷണൽ ലെയർ ഓഫ് ലോഗിൻ സെക്യൂരിറ്റീസ് അല്ലെ. ലോഗിൻ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുന്ന 2 വട്ടമൊക്കെ അതിനെ ഓതന്റിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മൾ ചില സൈറ്റിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഉണ്ടാവാം. AI ബേസ്ഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ ഉണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റ എൻക്രിപ്ഷൻ ഉണ്ട്. എൻക്രിപ്ഷൻ പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ എൻക്രിപ്ഷനിലൂടെ. ഒക്കെ ഈ ഡാറ്റകൾക്ക് ഓരോ കോഡ് കൊടുക്കുകയാണ്. Then cyber security awareness training, regulatory framework, that means RBI guidelines and IT risk. On IT risk, RBI guideline, RBI ഗൈഡ്ലൈനുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സൈബർ റെസിലിയൻസ്. Then explain the concept of open banking and how API integration is beneficial. Open banking allows third-party financial service provider to access consumer banking data through secure API. API ഉപയോഗിച്ചിട്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, കൺസ്യൂമർ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലെ. പ്രൊവൈഡഡ് ടു ആക്സസ് കൺസ്യൂമർ ബാങ്കിങ് ഡാറ്റ ത്രൂ സെക്യൂർ APIs. ബാങ്കിങ് ഡാറ്റകളൊക്കെ നമുക്ക് ആ API ആപ്ലിക്കേഷനിലൂടെ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ് ആണ് മെയിൻലി ചോദിച്ചുള്ളത്. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഓപ്പൺ ബാങ്കിങ് ആൻഡ് ഹൗ API ഇന്റഗ്രേഷൻ ഈസ് ബെനിഫിഷ്യൽ അല്ലെ. API ഇന്റഗ്രേഷൻ എങ്ങനെ ബെനിഫിറ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റുകൾ: എൻഹാൻസ് കസ്റ്റമർ കൺവീനിയൻസ് ആൻഡ് ചോയ്സ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രൊമോട്ട് ഇന്നോവേഷൻ ഇൻ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്, എനേബിൾ പേഴ്സണലൈസ്ഡ് ഫിനാൻഷ്യൽ സർവീസ്, reduce cost and improve efficiency, ensure transparency and competition among banks. ഓക്കെ, ഇപ്പോഴത്തെ കാലത്തൊക്കെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു. ബാങ്കിൽ തന്നെ പോകണം. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ബാങ്കിന്റെ ആപ്പുകൾ ഉണ്ടാവും. Then discuss the primary functions of commercial bank. Commercial ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി ഫങ്ഷൻസ് എന്താ? പ്രൈമറി ഫങ്ഷൻസ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ലോൺ കൊടുക്കുന്നു, ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസ്, ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ട്, ഏജൻസി ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്, യൂട്ടിലിറ്റി സർവീസ്, ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ്, അതായത് കളക്ഷൻ ഓഫ് ചെക്ക്, പേയ്മെന്റ് ഓഫ് ബില്ല്, ലോക്കർ ഫെസിലിറ്റി, ATM ഫെസിലിറ്റി, ഇങ്ങനെയുള്ള പല സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് സെക്ഷൻ, ഞാൻ നമ്മുടെ വീഡിയോ ഓവർ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്രയും പറഞ്ഞു പോണത്. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. സെക്ഷൻ C 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ റോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ റെഗുലേറ്റിംഗ് ദി ബാങ്കിങ് സെക്ടർ ആൻഡ് എൻഷുറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ റിസർവ് ബാങ്കിന്റെ റോള്, RBIന്റെ റോളാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ. അപ്പോൾ റിസർവ് ബാങ്ക് എന്താന്നൊക്കെ നമുക്കറിയാം. അപ്പെക്സ് മോണിറ്ററി അതോറിറ്റി ആണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന, എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് RBI. അപ്പോൾ അതിന് റെഗുലേറ്ററി റോൾ ഉണ്ട്. ദാറ്റ് മീൻസ് RBI റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഓൾ കോപ്പറേറ്റീവ് ബാങ്ക്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളെയും കോപ്പറേറ്റീവ് ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ആ 49 ആക്ട് പ്രകാരമാണ് ഇതിലെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മറ്റുള്ള ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് RBI ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ബാങ്കുകൾക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മോണിറ്ററി പോളിസികളുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് മറ്റൊരു റോള്. അത് SLR, CRR പോലെയുള്ള ചില മോണിറ്ററി റൂൾസുകൾ. അപ്പൊ SLR CRR എന്താന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വിശദീകരിക്കുന്നില്ല, നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേറെ കുറെ പോയിന്റുകൾ ഉണ്ട്.
credit control. By controlling credit, RBI ensure that bank lend responsible and maintain adequate liquidity. Then promoting financial stability. Financial stability promote ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും RBI ആണ് ലാസ്റ്റ് റിസോർട്ട്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എവിടെയും കുടുങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും? RBI നമ്മൾ സമീപിക്കും ഒരു ബാങ്ക് എന്ന രീതിയിൽ. അപ്പൊ അവരാണ് അവസാനത്തെ ഒരു ആശയം നമ്മളെ. അപ്പൊ അവർ നമുക്ക് വേണ്ട എമർജൻസി ഫണ്ടുകളൊക്കെ അവർ നമുക്ക് ലിക്വിഡിറ്റി ക്രൈസിസിൽ അവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ RBIന്റെ ഒരു പ്രത്യേകത. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. മറ്റ് ഡെവലപ്മെന്റ് റോളുകൾ, എൻകറേജ് അഡോപ്ഷൻ ഓഫ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, അതിനുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി UPI, നെഫ്റ്റ്, RTGS പോലെയുള്ള പേയ്മെന്റ് ടെക്നോളജീസ് ഉണ്ടാവും അല്ലെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 അതിന്റെ അടിസ്ഥാനത്തിൽ എക്സ്ചേഞ്ച് റേറ്റും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഒക്കെ RBI ആണ് ചെയ്യുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെ, ദെൻ ക്രൈസിസ് മാനേജ്മെന്റ്, ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അല്ലെ, സാമ്പത്തിക മാന്ദ്യം വരും, ഇന്ത്യയിൽ ഇടക്കിടക്ക് വരുന്നതാണ് അല്ലെ. ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ക്രൈസിസ് RBI എൻഷുർ ലിക്വിഡിറ്റി ആൻഡ് സപ്പോർട്ട്. RBI ആണ് ഈ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുക, അതിന് വേണ്ട സപ്പോർട്ട് സ്റ്റേബിളായി നിലനിർത്താനുള്ള എല്ലാ മെഷേഴ്സ് ആൻഡ് കൺട്രോൾസ് ഒക്കെ RBI ആണ് എടുക്കുന്നത്. അപ്പൊ ഇത്തരം റോളുകളാണ് RBI ചെയ്യുന്നത്. ദെൻ explain the general and special relationship between banker and customer. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള സ്പെഷ്യൽ ആൻഡ് ജനറൽ റിലേഷൻഷിപ്പ് ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. So the relationship between a banker and a customer is both contractual and fiduciary in nature. It depends on the type of transaction. അപ്പോൾ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയൊക്കെയാന്നുള്ളതാണ്. ഒന്ന് ജനറൽ റിലേഷൻഷിപ്പ്, ദാറ്റ് മീൻസ് ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ് അവിടെ ഉള്ളത്, ഡെബ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. പിന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ദ ബാങ്ക് ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ ദി കസ്റ്റമർ. കസ്റ്റമർക്ക് ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് കളക്ടിങ് ചെക്ക്, പേയിങ് ബില്ല് അല്ലെ, നമ്മുടെ ചെക്ക് കളക്ട് ചെയ്യും, അതേപോലെ തന്നെ ബില്ലുകളൊക്കെ കൊടുക്കാണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് അവർ കൊടുക്കും. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അതാണ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടി ബാങ്ക് എന്തെങ്കിലും ചെയ്തു തരും. ദെൻ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്, അങ്ങനെയും അവർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ്. ബിക്കോസ് വെൻ വാല്യുബിൾ ഓർ ഡോക്യുമെന്റ്സ് ആർ കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി ദ ബാങ്ക്. ബാങ്ക് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ളതൊക്കെ അവരുടെ കസ്റ്റഡിയിൽ സേഫ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ അതാണ് ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെയിലർ ആൻഡ് ബെയിലി റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് ലോക്കർ സർവീസ്. അതേപോലെ തന്നെ ദ കസ്റ്റമർ എൻട്രസ്റ്റ് ആർട്ടിക്കിൾ ടു ദ ബാങ്ക് ഫോർ സേഫ് കീപ്പിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സേഫ് കീപ്പിംഗിന് വേണ്ടിയിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ബെയിലർ ആൻഡ് ബെയിലി അതും അത് തന്നെ ഏൽപ്പിക്കാണ് നമ്മളെ സേഫ് ആയിട്ടുള്ള നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സുകളെല്ലാം. ദെൻ അഡ്വൈസർ ആൻഡ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ഒരു അഡ്വൈസർ ആൻഡ് ക്ലയന്റ് റിലേഷൻഷിപ്പിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെയാണ് ജനറൽ റിലേഷൻഷിപ്പ്. ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒബ്ലിഗേഷൻ ടു ഓണർ ചെക്ക്. ആ ചെക്കിന്റെ ഒരു ഒബ്ലിഗേഷൻ ഈ ബാങ്കിന് ഉണ്ട് എന്നുള്ളതാണ്. ബാങ്ക് മസ്റ്റ് ഓണർ ദി കസ്റ്റമേഴ്സ് ചെക്ക് ഈ ഫണ്ട് ആർ സഫീഷ്യന്റ്. ഫണ്ട് സഫീഷ്യന്റ് അല്ല എങ്കിൽ നോ ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ് എങ്കിൽ ആ ബാങ്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ട്. ഇതിന്റെ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി. സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ബാങ്കാണ്. നമ്മള് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്, അത് അവരെന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. മസ്റ്റ്ലി കീപ്പ് സീക്രട്ട്, സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ. റൈറ്റ് ഓഫ് ലീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. റൈറ്റ് ടു റീറ്റെയിൻ സെക്യൂരിറ്റി ഓഫ് കസ്റ്റമർ അണ്ടിൽ ഡ്യൂസ് ആർ ക്ലിയർ. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. ദെൻ റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻ. കുറച്ച് പോയിന്റ് ഒക്കെ ഇതിന് വിട്ടാലും പ്രശ്നമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടാവും, നമുക്ക് 10 മാർക്ക് എഴുതാനുള്ളത്. റൈറ്റ് ടു ചാർജ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻ. ദെൻ ഒബ്ലിഗേഷൻ ടു പ്രൊവൈഡ് സ്റ്റേറ്റ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ. ബാങ്ക് നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് തരും, നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന. ദെൻ ടെർമിനേഷൻ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ എഴുതാം. അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ദി കസ്റ്റമർ ഓർ ബാങ്ക് അല്ലെങ്കിൽ കസ്റ്റമർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളെയും അവരുമായി ബന്ധം ടെർമിനേറ്റ് ചെയ്യും. കസ്റ്റമർ ഓർ ബാങ്ക് ബിക്കം ഇൻസോൾവെന്റ്. കസ്റ്റമർ ഓർ ബാങ്കോ ഇൻസോൾവെന്റ് ആകുമ്പോൾ, പാപ്പരാകുമ്പോൾ അല്ലെ, തീരെ ക്യാഷ് ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്യും. കസ്റ്റമർ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യും, ഒഴിവാക്കും. ഡെത്ത് ഓർ ലുനാസി ഓഫ് ദി കസ്റ്റമർ. ലീഗൽ റെസ്ട്രിക്ഷൻസ് ലൈക്ക് കർണിഷി ഓർഡേഴ്സ് ആർ ഇമ്പോസ്ഡ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.